എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ പറയട്ടെ, ഈ വീഡിയോ കുറച്ച് ലെന്ത് ആയിട്ടുള്ളതാണ്. കാരണം നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ചില സമയത്ത് നമ്മൾ സംസാരിച്ച് വരുമ്പോൾ അതിനെ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നിർത്താനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ മാത്രം കാണാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ വീഡിയോ അഥവാ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് അത് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാം. കാരണം കുറച്ച് ലെന്താണ് ഈ വീഡിയോ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിമനോഹരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വെറൈറ്റി കളറോട് കൂടിയ നല്ല സെറ്റ് ചുരിദാറുകൾ ഞാൻ അവിടെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയി നോക്കണേ. മേടിക്കാൻ താല്പര്യമുള്ളവർ മേടിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു വീഡിയോയിലേക്ക് വരാനായിട്ട് പോയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സംസാരിക്കേണ്ട ഒരു സമയമാണ്. കാരണം ഇപ്പോൾ ശബരിമലയിൽ പലതരത്തിൽപ്പെട്ട വിവാദങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ശരിക്കും ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ പലർക്കും കൊണ്ടു എന്ന് വരാം, പലർക്കും നൊന്തു എന്നും വരാം. അപ്പോൾ മറ്റുള്ളവരുടെ വേദനകളും വ്യവഹാരങ്ങളും എല്ലാം നോക്കിക്കൊണ്ട് നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ നല്ലവരായിട്ടുള്ള ഒട്ടനവധി സഹോദരന്മാരോടുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വിഷമം തോന്നേണ്ട ഒരു കാര്യമില്ല. തെറ്റ് ചെയ്യുന്നവരെ പറ്റിയിട്ട് നമ്മൾ ഉറച്ച് പറയുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ കുറച്ച് നല്ല ആളുകളുണ്ട് എന്ന് കരുതിയിട്ട് മോശം പ്രവൃത്തി ചെയ്യുന്ന ആളുകളെ കുറിച്ച് മിണ്ടാതെ വായിൽ കൊമ്മട്ടിക്ക വെച്ചിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ഉറച്ച് വിളിച്ച് പറയുക തന്നെ ചെയ്യും. അപ്പോൾ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, സത്യം പറയാലോ, ഹൈന്ദവരെ ഏറ്റവും അധികം ദ്രോഹിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണടച്ച് തന്നെ മറുപടി കൊടുക്കാനായിട്ട് സാധിക്കും. അതിന് പ്രത്യേകിച്ച് പാഴൂർ പടിപ്പുര പോയിട്ട് പ്രശ്നം വെച്ച് നോക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ അത് ഏത് ഉറക്കപ്പിച്ചിൽ ചോദിച്ചാലും ഞാൻ പറയും മുസ്ലിം സ്ത്രീകളാണെന്ന് പറയും. സ്ത്രീകൾ എന്ന് പറയുന്നത് എല്ലാവരുമല്ല. അതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്, നല്ലവരായിട്ടുള്ള ആളുകളുണ്ട് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നല്ലവരായിട്ടുള്ള ഒട്ടനവധി സഹോദരന്മാരുണ്ട്, നിങ്ങളെയല്ല ഉദ്ദേശിക്കുന്നതെന്ന് നേരത്തെ ഞാൻ പറഞ്ഞത്. ശരിക്കും നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽപ്പെട്ട ആരെങ്കിലും ഹിന്ദുക്കളെ ഏതെങ്കിലും തരത്തിൽ ദ്രോഹിക്കുന്നതായിട്ട് നിങ്ങൾക്കറിയാമോ? ഏതെങ്കിലും തരത്തിൽ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കാര്യമാണ് കേട്ടോ പറഞ്ഞത്. നമ്മുടെ വിശ്വാസത്തിൽ കയറി കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും മുസ്ലിം സമുദായത്തിലുള്ള സ്ത്രീകളാണ്. ആ ഒരു കാര്യം എനിക്കിവിടെ തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ തുറന്നു പറയുക തന്നെ ചെയ്യും. അപ്പോൾ പുരുഷന്മാരെ കൊണ്ട് ഒരു തരത്തിലും നമുക്ക് ശല്യമില്ല, ഒരു തരത്തിലും ബുദ്ധിമുട്ടുമില്ല. അവരവരുടേതായിട്ടുള്ള മതങ്ങളിലും വിശ്വാസങ്ങളിലും അടിയുറച്ച് വിശ്വസിച്ച് അവരുടേതായ രീതിയിൽ അവർ ജീവിക്കുന്നു. പക്ഷേ ഈ പെണ്ണുങ്ങൾക്കെന്ന് പറഞ്ഞാൽ ശബരിമല, ഗുരുവായൂർ ശബരിമല, ഇത് വിട്ട് ഇവറ്റകൾക്ക് ഒരു കളിയില്ല. ശരിക്കും പറയുകയാണെങ്കിൽ 5 നേരം നിസ്കരിക്കണം എന്ന് പറയുന്നതിൽ ഒരു നേരം പോലും ഇവറ്റകൾ നിസ്കരിക്കുന്നില്ല. പക്ഷേ എന്നാലും ഇവർക്ക് ശബരിമലയിൽ പോയേ പറ്റൂ, അതല്ലെങ്കിൽ ഇവർക്ക് ഗുരുവായൂർ പോയി നിറങ്ങിയേ പറ്റുള്ളൂ. അവരവരുടെ മതത്തിൽ നിന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവർ ചെയ്യില്ല. പക്ഷെ മറ്റുള്ളവൻ്റെ കയറി തോണ്ടണം. അതാണ് ഇവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഇത് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഗുരുവായൂരിൽ ഒരുത്തി കിടന്ന് കാട്ടിക്കൂട്ടുന്ന പ്രഹസനങ്ങളെ പറ്റിയിട്ട്. ഒരു കണ്ണനെ വരയ്ക്കുന്നു എന്നുള്ള പേരിൽ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്ന റീൽസും എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടുന്നത്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഹിന്ദുക്കൾ എന്ന് പറയുന്ന വർഗ്ഗങ്ങൾക്ക് കഴിവ് കെട്ടവരായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഞാനിത് തുറന്നു പറയാതിരിക്കുന്നതിൽ ഒരർത്ഥമില്ല. ഹൈന്ദവർക്ക് ഒരു കഴിവുമില്ല. ചുമ്മാ കിടന്ന് ഇങ്ങനെ മണമണമണമണെന്ന് പറഞ്ഞ് സംസാരിക്കാനുള്ള ഒരു ഇതല്ലാണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവുമില്ല എന്ന് കരുതി ഞാൻ ഈ പറയുന്ന വാക്കിനെ ആരും വളച്ചൊടിക്കേണ്ട കാര്യമല്ല. ഒരു കലാപത്തിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വാക്കിൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ പിടിച്ച് 4 പൊട്ടിക്കണോ എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ സ്ട്രോങ് ആയിട്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. അവിടെ വന്ന് അതിനുള്ളിൽ കയറി ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കാണിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കരുത്, അങ്ങനെ തന്നെ ആയിരിക്കണം അതിനർത്ഥം. അല്ലാണ്ട് എന്താ പറയുന്നത്, പെൺപിള്ളേരെ ചിരിയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവരെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ എന്ന് കരുതിയിട്ട് അണ്ണാക്കിനകത്ത് പിരിവെട്ടിയിരിക്കുന്ന കുറച്ച് ഹൈന്ദവരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവറ്റകളോട്
ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇത്തരത്തിലുള്ള ആളുകളാണ് ഈ നമ്മൾ ഇരിക്കേണ്ടടുത്ത് നമ്മൾ ഇരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറി ഇരിക്കും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പട്ടിയെ കയറ്റി ഇരുത്തുന്നത് ഇത്തരത്തിലുള്ള ആളുകളാണ്. അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. സത്യത്തിൽ ഞാൻ പലപ്പോഴും പലരും പറയുന്നതും കേട്ടിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്. നേരെ മറിച്ച് നമ്മളിവിടെ നിന്ന് ഏതെങ്കിലും മുസ്ലിം പള്ളിക്കകത്ത് നമ്മൾ കയറി ചെല്ലുന്നുണ്ടോ? സെറ്റ് മുണ്ടും പൊട്ടൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് കൂറിയൊക്കെ ഇട്ട് ഞങ്ങൾക്കും പള്ളിക്കകത്ത് കയറണം, ഞങ്ങൾക്കും അവിടെ ഒരു റീൽസ് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും വരുന്നുണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലും നമ്മളാരും വരത്തുമില്ല. കാരണം അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ചെറിയ പ്രായത്തിലേ തൊട്ടേ നമുക്ക് പ്രത്യേകിച്ച് മത പഠനശാലകളൊന്നുമില്ല നമ്മളെ മതങ്ങളെ കുറിച്ചിട്ട് പഠിപ്പിച്ചു തരാനൊന്നും. പക്ഷേ നമ്മളെ അപ്പൂപ്പന്മാർ തൊട്ട് നമുക്ക് കുട്ടിക്കാലം തൊട്ടേ രാമൻ്റെയും കൃഷ്ണൻ്റെയും ദേവിയുടെയും മഹാദേവൻ്റെയും കഥകൾ പറഞ്ഞു തന്നാണ് നമ്മളെ വളർത്തുന്നത്. നമ്മളുടെ മതത്തെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്, നമ്മുടെ അപ്പൂപ്പന്മാരിൽ നിന്ന് മാത്രമാണ് കിട്ടുന്നത്. അല്ലാണ്ട് നമ്മളെ അത് പഠിപ്പിക്കാനോ അത് മനസ്സിലാക്കി തരാനോ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു കോച്ചിങ് നമുക്ക് കുട്ടിക്കാലം മുതൽക്ക് നമുക്ക് നൽകുന്നില്ല. പിന്നീടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഭഗവത്ഗീത ക്ലാസ്സുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ എല്ലാവരും ഒന്നും പോവാറില്ല, നിർബന്ധവും ഇല്ല. പോകണമെന്നോ പഠിക്കണമെന്നോ ഒന്നും നിർബന്ധവും ഇല്ല. അപ്പോൾ അതാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. പക്ഷെ അങ്ങനെ നമ്മളെ അപ്പൂപ്പന്മാർ നമുക്ക് നമ്മുടെ ദൈവിക കഥകളൊക്കെ പറഞ്ഞ് വളർത്തുമ്പോഴും മറ്റ് ദൈവങ്ങളെ, മറ്റ് മനുഷ്യരെ, മറ്റുള്ള വിശ്വാസികളുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും കൂടിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഒരു ഹിന്ദു പോലും ഒരു മുസ്ലിം പള്ളിയിലോ പോയി അവിടെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന തരത്തിൽ റീൽസ് എടുക്കാനോ ഒന്നും നമ്മളായിട്ട് ഒരു തരത്തിലുമുള്ള ആ ഒരു രീതിയിൽ ചിന്തിക്കത്തുകൂടിയില്ല. ഒരു പ്രശ്നത്തിലേക്ക് നമ്മളായിട്ട് പോകത്തില്ല. നിങ്ങളല്ലെങ്കിൽ ആരെങ്കിലും പറയൂ, എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പറയൂ, ഏതെങ്കിലും ഒരു ഹൈന്ദവ സ്ത്രീ, ഒരു ഹിന്ദു സ്ത്രീ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിൽ ചെന്നിട്ട് റീൽസ് എടുക്കാൻ ചെന്നതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അറിവ് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടൂ. നിങ്ങൾ ഒരു തവണ വരുമ്പോൾ നിങ്ങൾ താക്കീത് ചെയ്ത് വിടും, 2 തവണ വരുമ്പോൾ താക്കീത് ചെയ്ത് വിടും, 3ാമത്തെ തവണ വീണ്ടും മൈൻഡ് ചെയ്ത് കയറി വന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അങ്ങനെ വരുന്ന ആളുകളോട് പ്രതികരിക്കുക? നിങ്ങൾ എങ്ങനെയായിരിക്കും അവരെ കൈകാര്യം ചെയ്യുക? അതുകൂടി ഒന്ന് പറഞ്ഞേ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ശബരിമല വിഷയത്തെയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. നേരത്തെ പറഞ്ഞത് ഗുരുവായൂരത്തെ കാര്യമാണ്. ഗുരുവായൂർ കയറരുതെന്നും പറഞ്ഞിട്ട് എത്ര പറഞ്ഞാലും നാണവും മാനവും മര്യാദയും ഇല്ലാതെ പല്ലും വെളിയിലിട്ട് അവിടെ നിന്ന് ഇറങ്ങാതെ നടക്കുന്ന കുറേ എണ്ണമുണ്ട്. പക്ഷേ അവറ്റകളോടൊന്നും കുറേ എണ്ണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരെണ്ണം അതിനെ എന്ന് പറഞ്ഞാൽ ചൂലുകൊണ്ട് കുറ്റിച്ചൂലിനെ അടിച്ചിറക്കിയാലും പോവില്ല എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് മാറാതെ അവിടെ തന്നെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അത്തരത്തിലുള്ള ആളുകളെ പറ്റിയിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർക്കുള്ളത് അവിടെ നിന്ന് തന്നെ കിട്ടിക്കോളും, ഇന്നല്ലെങ്കിൽ നാളെ. അത്രയേ ഉള്ളൂ, വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ അതവിടെ കിടക്കട്ടെ. ഇപ്പോൾ എനിക്ക് പറയാനായിട്ട് വന്ന കാര്യം എന്ന് വെച്ചാൽ ദിയാസനയും ഷക്കീലമ്മയും തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഈ ഇൻ്റർവ്യൂ വന്നിട്ട് 2-3 ആഴ്ചയോളം ആയിട്ടുണ്ടാവണം. പക്ഷേ ഈ ഇൻ്റർവ്യൂ എൻ്റെ കണ്ണിൽ പെട്ടത് ഇപ്പോൾ അടുത്ത സമയത്ത് മാത്രമാണ്. നേരത്തെ എൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായും ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ഞാനത് റിയാക്ട് ചെയ്തേനെ. സംഭവം ഈ ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഷക്കീലമ്മ വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നതും വളരെ കൃത്യമായിട്ട് വളരെയധികം പക്വതയോട് കൂടിയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നതും. അപ്പോൾ ആ ഒരു സമയത്ത് ദിയാസന പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് ശബരിമലയിൽ പണ്ട് രഹ്ന ഫാത്തിമ കയറിയതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് പറയുന്ന സമയത്ത് ദിയാസന പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കേൾക്കാം. അതിന്റെ കാര്യം പറഞ്ഞു കൊടുക്കും. ശബരിമല ശബരിമലയിൽ അവൾ കയറി. സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിരുന്നു, സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചു കൊണ്ടിട്ടുള്ള വിധി. ആ വിധിയിൽ അവൾ അത് ചെയ്തു. പക്ഷെ അത് വിശ്വാസികൾക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എന്നോട് അത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ ചെയ്യില്ല. പക്ഷെ ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകളെ എനിക്ക് എതിർക്കാനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ചെയ്യരുതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഐ സപ്പോർട്ട് ദാറ്റ് കൈൻഡ് ഓഫ് അതുപോലത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ റീസെന്റ്ലിയും ഒരു ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി കഴിഞ്ഞ ബിഗ് ബോസിലുണ്ടായിരുന്ന പെൺകുട്ടിയാണ്. അവർ ഇതുപോലെ അമ്പലക്കുളത്തിൽ അവർ കാല് കഴുകി ഒരു റീൽസ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായി. അത് ഇതുപോലെ പുണ്യാഹം തളിക്കണം, ഇത് ശുദ്ധികലശം നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലും ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, ഈ 20ാം നൂറ്റാണ്ടിലും എന്തിനാണ് ഇത്തരത്തിലുള്ള മതഭ്രാന്ത് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്. അത് ആ കുട്ടിയെ നല്ല ഏതൊരു സ്ത്രീ എന്ന് പറഞ്ഞാലും ഞാൻ കാര്യം പറയട്ടെ, ഇതൊക്കെ നീ മുസ്ലിം, അതെ, ഫാത്തിമ മുസ്ലിം, ഈ ജാസ്മിൻ ഫാത്തിമ മുസ്ലിം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഫാത്തിമ എത്തിക്സ് ഇത് മതമില്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് ഫാത്തിമ. മതമില്ല അത് നിനക്ക് ഓക്കെ, പക്ഷേ കമ്മ്യൂണിറ്റി എന്താ അവളുടെ?
മുസ്ലിം മുസ്ലിം ഈ ജാസ്മിൻ മുസ്ലിം അപ്പൊ നിങ്ങൾ പർപ്പസ് ആയിട്ട് ചെയ്യുന്നത് പോലല്ല. അല്ലമ്മ ഇതിനകത്ത് ഇപ്പം ഞാൻ ചോദിക്കട്ടെ നമുക്ക് തന്നെ മസ്ജിദില് നമുക്ക് പ്രേയർക്ക് നമുക്ക് പോകാനില്ല. ഇപ്പോഴാണ് ഇനി ഒരു ഫ്ലോർ കട്ടിട്ട് ലേഡീസ് ക്യാൻ കം ബട്ട് ഇൻ ദി അതർ വേ എന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് റൂൾ ആയിരുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മുടെ കാസ്റ്റ് വരുമ്പോൾ നമ്മ അങ്ങനെ തന്നെ ആ റൂൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു മിനിറ്റ് നമ്മ അത് ഫോളോ ചെയ്യുന്നുണ്ട്. നീ ഖുറാൻ ബുക്ക് കൊണ്ടുപോയി ബാത്റൂമിൽ വെക്കോ? ഇല്ല ഒരിക്കലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. സപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. ഞാൻ പറയാൻ വരുന്നത് അത് നമ്മൾ ചെയ്യില്ലല്ലോ. അത് നമ്മുടെ പാക്കേജ്. ഞാൻ ചെയ്തില്ല, ഞാൻ ഇതൊന്നും ചെയ്തില്ല. പക്ഷെ ചെയ്യുന്നവരെ ഖുറാൻ കൊണ്ട് വെക്കുന്നവരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്നത് കേക്ക്. ഇപ്പൊ ഈ അപ്പോ ഇതൊക്കെ കാണുമ്പോൾ ഇത് പർപ്പസ് ആയിട്ട് ചെയ്തതുപോലെ തന്നെ തോന്നും. ഇല്ല ഞാനത് അങ്ങനെ നീ വിശ്വസിക്കില്ല. നിന്റെ കാര്യം വിട്. അത് നീ അത് അറിയാതെ പോയാണ് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലല്ല നിന്റെ പോയിന്റ് ഓഫ് വ്യൂ വേറെ, മക്കളുടെ പോയിന്റ് ഓഫ് വ്യൂ വേറെ, എന്റെ പോയിന്റ് ഓഫ് വ്യൂ വേറെ. ഇപ്പൊ എന്നെ ചോദിച്ചാല് ഈ കാൽ കഴുകുന്നത് ഈ കുട്ടി എന്തിനു ചെയ്യണം? അതിന് മുമ്പ് എടുത്ത് ആക്ച്വലി എവിടെയും പറഞ്ഞില്ലല്ലോ. ഞാൻ എല്ലാ അമ്പലത്തിനും പോകുന്നുണ്ട്. എന്നെ അമ്പലത്തിന് വരരുതെന്ന് പറയുന്നില്ല. കാരണം ഞാൻ അങ്ങനത്തെ ഫോട്ടോ എടുക്കില്ല, ഞാൻ അങ്ങനത്തെ കാര്യം ഒന്നും ചെയ്യില്ല, അങ്ങ് വീഡിയോ എടുക്കില്ല. പർപ്പസ്ലി എന്തിന്? Why are you doing? അല്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ? എന്റെ ഇഷ്ടം. അവർ ഓരോരുത്തരുടെ താല്പര്യമാണ്. ഇപ്പോൾ ഒരു റീൽസ് ചെയ്തത് അവർ കാല് കഴുകണമെന്ന് വിചാരിച്ച് കഴുകിയതല്ല. അവരിങ്ങനെ ഒരു കാലിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തെന്നിയ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു അതിനകത്ത്. അതിനാണ് ഇത്രയും ഇതുണ്ടാക്കിയത്. തെറ്റ് തന്നെയാണ്. എനിക്ക് എത്രയോ അമ്പലത്തിൽ മുസ്ലിംസ് അലൗഡ് ഇല്ല. അപ്പൊ അത് അവരുടെ പ്രയോറിറ്റി. ഞാനും പോയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്യില്ല. ഞാൻ ജസ്റ്റ് സെൽഫി ഇട്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു അങ്ങനെ ഇല്ല. ഇതൊക്കെ ഒരു പർപ്പസ് ആണെന്നോ? ഇനി പർപ്പസ് ആയിട്ട് ചെയ്യട്ടെ അമ്മ. ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് സ്ത്രീകളെ മാറ്റി നിർത്തിയും പുരുഷനെ മാറ്റി? അമ്പലമായാലും പള്ളിയായാലും ഒക്കെ എന്റെ നിലപാട് തന്നെയാണ്. അത് എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ മുസ്ലിം മതം, നിങ്ങളുടെ പള്ളിയിൽ നിങ്ങൾക്ക് അത് വേണ്ട, എല്ലാം വേണമെന്ന് ഞാൻ പറയുള്ളൂ. ഞാനിതൊന്നും വേണ്ടെന്ന്. നമുക്ക് പീരിയഡ്സ് ആവുന്നുണ്ട്. ആ 3 days നമ്മൾ നമാസ് പഠിക്കോ? അല്ല അതാ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന സാധനമാണത്. എനിക്ക് അതിനോടൊന്നും വിശ്വാസമില്ല. അത്തരം കാര്യങ്ങളോടൊന്നും വിശ്വാസമില്ല. നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി പോകുന്ന ഒരു അവസ്ഥ അമ്മ, നമ്മളെ ജനിപ്പിച്ചപ്പോഴേ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ബോഡിയിൽ ഉണ്ടായ ഒരു അവസ്ഥ. എന്തിനാണ് അതിനൊരു മാറ്റം കൊണ്ടുവരുന്നത്? നമ്മളെ ഏത് രീതിയിലായാലും നമ്മൾ ദൈവത്തെ വിളിച്ചാൽ ആ ദൈവം കേൾക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. എപ്പോൾ വിളിച്ചാലും ആ ദൈവം കേൾക്കും. ശുദ്ധിയും അശുദ്ധിയും ഒന്നും ദൈവമല്ല നിശ്ചയിച്ചിരിക്കുന്നത്. ഇവിടുത്തെ മനുഷ്യരെ നിശ്ചയിച്ചിരിക്കുന്നത്. ഇവിടുത്തെ അന്ധവിശ്വാസങ്ങൾ മനുഷ്യരുണ്ടാക്കി കൊണ്ടുവന്നതാണ്. ഒരിക്കലും ഇതൊന്നും ദൈവം കൊണ്ടാക്കിക്കൊണ്ട് തന്ന് നിങ്ങൾ ചെയ്യുന്ന പറഞ്ഞിട്ടില്ല. ഞാനൊരു വിശ്വാസിയാണ്. ഇന്ന് ഞാൻ പഠിച്ചോനെയാണ് വിളിക്കുന്നത്. എല്ലാ ദൈവങ്ങളോടും എനിക്ക് റെസ്പെക്ട് ആണുള്ളത്. കാരണം ഞാൻ ജനിച്ചു വളർന്ന് വീണത് ഞാനൊരു മുസ്ലിം മതസ്ഥയായിട്ടുള്ള ഒരു പെണ്ണായതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ ജേണി അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം മറ്റുള്ള മതത്തിന് എല്ലാത്തിനെയും ഞാൻ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ ഒരു ആചാരവും അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് മതങ്ങളെ മാറ്റി ഓരോ മനുഷ്യരെയും അതിലേക്ക് തള്ളിവിടുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളോട് എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ല, വിശ്വാസമില്ല. ഇവിടുത്തെ ഭൂരിപക്ഷം മനുഷ്യർക്കും ഞാൻ പറയുന്നതിനോട് അവർ യോജിക്കത്തില്ല. പക്ഷേ ഞാൻ എന്റെ നിലപാട് ഞാൻ പറയുന്നത് മാത്രമേ उल्लू। क्या तुम्हारे भी पिंपल पे चेहरे? स्वागत है मेरा आपके चैनल पे। सनस्क्रीन तो इन्हें अप्लाई करना इजी नहीं है, बट इन्हें टैग करके कमीशंस बैक करना सुपर इजी है। जस्ट गो टू वीडियोस ऑन YouTube Studio, tap on edit and select tag മാത്രമേ ഉള്ളൂ. പക്ഷേ അമ്മ പറയുന്നതൊക്കെ ശരിയാണ്. പലർക്കും അത് വേദനിക്കാം, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, നമ്മൾ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാകും. അത് അവരുടെ നമുക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യാതെ പോയി സ്വാമി കുമ്പിട്ട് വരണം. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാത്തത്. എനിക്ക് മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്നില്ലാത്തത് കൊണ്ടാണ് ഞാൻ നേരിട്ട് അത് ചെയ്യാത്തത്. അത്തരത്തിലുള്ള വീഡിയോസ് ഫോട്ടോസുകൾ ഷെയർ ചെയ്തോ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെതായിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്തിട്ടൊന്നും ഷെയർ ചെയ്യാത്തത്. പക്ഷേ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും. അത് എന്റെ തോട്ട് അങ്ങനെയാണ്. നിന്റെ തോട്ട് അങ്ങനെ. ഓക്കെ, ഐ എം ഓപ്പോസിറ്റ് ടു ഇറ്റ്. ഓക്കെ, ഇപ്പോൾ ഇപ്പൊ നീ ഒന്ന് പറഞ്ഞു അമ്പലത്തേക്ക് അവർക്ക് പോകണമെങ്കിൽ അവർ പോട്ടെ. പക്ഷേ ഖുറാൻ കൊണ്ടുവന്ന് ബാത്റൂമിൽ വെക്കാൻ അത് ഞാൻ ചെയ്യില്ല. അതാണ് നീ പറഞ്ഞത്. അപ്പോൾ ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്മെന്റ് ആയല്ലോ. അമ്മ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യത്തില്ല. നീ ചെയ്യത്തില്ല. അപ്പോ ഖുറാനെ വെച്ചാൽ നീ ഇത് സേഫ്റ്റി ആക്കി ഞാൻ അങ്ങനെ ചെയ്യില്ല. അപ്പൊ നീ മറ്റൊരു ചെയ്യുന്നത് തെറ്റെന്ന് അറിഞ്ഞും നീ അത് സപ്പോർട്ട് ചെയ്യല്ലേ? അല്ല, അത് എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല. ഗ്രന്ഥങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്നത് അത് അവരുടെ ഒരു, ഞാൻ പറഞ്ഞല്ലോ, ഗ്രന്ഥം ബാത്റൂമിൽ കൊണ്ടുവയ്ക്കാന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഞാൻ അത്തരം ബാത്റൂമിൽ നിന്ന് ഗ്രന്ഥം കൊണ്ടുവയ്ക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. അത് ഗ്രന്ഥമെന്നല്ല. ഇനി പള്ളിയിൽ കയറുന്നു എന്ന് പറയുന്നത് അമ്പലത്തിൽ കയറി, അതുപോലെ പള്ളിയിൽ സ്ത്രീകൾ കയറി എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും. അത് കാരണം മുസ്ലിം പള്ളി ആയിക്കോട്ടെ, ഹിന്ദു ചർച്ച ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ചർച്ച ആയിക്കോട്ടെ, ഹിന്ദു ശബരിമല ആയിക്കോട്ടെ, എവിടെയും സ്ത്രീകളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു തരത്തിലുള്ള വിയോജിപ്പില്ല. പക്ഷേ ഇത് ഗ്രന്ഥം കൊണ്ടുവന്ന് ബാത്റൂമിൽ വെക്കട്ടെ എന്ന് ചോദിക്കുന്നതൊന്നും എനിക്ക് അതൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. അതാണ് നമുക്ക് പീരിയഡ്സ് ടൈം ഇതൊക്കെ അല്ല നമുക്ക് നേരായിട്ട് പറഞ്ഞു തോന്നുന്നു. അല്ല, അതാണ് സോ എവരിതിങ് വാസ് ക്രിയേറ്റഡ് ബൈ മെൻ പീപ്പിൾ. ഇപ്പോ ആ 3 days നമ്മൾ ഖുറാനെ തൊടരുത് അല്ലേ? നമ്മൾ ദൂരെ വെക്കും, നമ്മൾ തൊടമാട്ടം. സോ അങ്ങനെ ഈ ടെമ്പിൾസിലും ഇങ്ങനെ ഒരു റൂൾസ് ഉണ്ട്. ലേഡീസിന് പീരിയഡ്സ് ആയാൽ വരരുത്. സോ അത് അവർ തീട്ട് എന്താ പറയും, പക്ഷേ ശബരിമലയ്ക്ക് ഈ പീരിയഡ്സ് നിന്ന ശേഷം 45, 55, 65 ആ ഇയേഴ്സ് ആയ വുമൻ ക്യാൻ ഗോ. അത് നിങ്ങൾക്ക് അറിയോ? അറിയാം. 10 വയസ്സിനകത്തുള്ള പെൺകുട്ടികളും 50 വയസ്സിന് പുറത്തുള്ള സ്ത്രീകളും പോകാം. അപ്പൊ അവർ പോവേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അതെ, പോകാം. അത് ഇപ്പം നമ്മളുടെ എന്റെ സെൽഫിൽ എനിക്കിപ്പോൾ പോകണം ശബരിമലയിൽ എന്ന് പറഞ്ഞാൽ അവർ പോയാൽ എന്താ കുഴപ്പം? എന്റെ സെൽഫിൽ ഞാനൊരു മുസ്ലിം പള്ളിയിൽ കയറണം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ക്രിസ്ത്യൻ പിന്നെ അങ്ങനെ ഒരു ഇതില്ലെന്ന് പറയാം. എനിക്കിപ്പം എന്റെ ഈ പ്രായത്തിൽ എനിക്ക് തോന്നിയാൽ അത് എന്തിനാണ് അങ്ങനെ ഒരു പ്രായപരിധിയൊക്കെ നിശ്ചയിച്ച് അങ്ങനെ ഒരു അശുദ്ധി എന്ന രീതിയിലൊക്കെ സ്ത്രീയുടെ ബോഡിയെ എന്തിനാണ് അങ്ങനെയൊക്കെ ചൂസ് ചെയ്യുന്നത്? ഇപ്പം ഖുറാന്റെ കാര്യത്തിൽ പോലും നമ്മളിപ്പോൾ പീരീഡ്സ് ആയിരിക്കുമ്പോൾ ചെയ്യരുത്, അത് രാമായണം തുടരുത്, അല്ലെങ്കിൽ പൂജ ഹാളിൽ കയറരുത്, ഖുറാൻ തുടരുത്. ഇതിനോടൊന്നും എനിക്ക് അങ്ങനെ, കാരണം സ്ത്രീയുടെ ശരീരം എപ്പോഴും പുണ്യമാണമ്മ. എന്നെ സംബന്ധിച്ച് ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ശരീരത്തിൽ ശുദ്ധി ഇല്ലെന്ന്. ഒരു ദൈവം പറയത്തില്ല. അത് ചലഞ്ച് ചെയ്യാം. സമൂഹത്തിൽ നിൽക്കുന്ന കുറെ മനുഷ്യരുണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ സിസ്റ്റമാറ്റിക് സാധനങ്ങൾ അതൊക്കെ ദൈവത്തിന് എല്ലായിടത്തും. ഇവിടെ ഇരുന്ന് നമ്മൾ അമ്പലത്തിൽ പോലും പോയില്ലെങ്കിൽ ഇവിടെ ദൈവം എന്ന് വിളിച്ചാലും ദൈവം ഉണ്ടെന്ന് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പ്രേ ചെയ്താൽ മതി, ദൈവം വരും എന്ന് വിശ്വാസം ഉണ്ടല്ലേ?
അപ്പൊ ഇവിടെ നിന്ന് തന്നെ പ്രാർത്ഥിച്ചാൽ മതിയാവുള്ളൂ. എന്തിനെ ശബരിമല പോകണം, ഇങ്ങനത്തെ സീനൊക്കെ ക്രിയേറ്റ് ചെയ്യണം, എന്തിനാ ഈ പ്രശ്നങ്ങൾ? അവർക്ക് ഇഷ്ടമുണ്ട്, അവർ പോയി, അവർക്ക് അവരുടെ ഇഷ്ടമാണത്. അതിന് എനിക്ക് തടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഞാനാണ് ചെയ്തതെങ്കിൽ ഇത് ഈ ചോദ്യത്തിനകത്ത് പ്രസക്തിയുണ്ട്. ഞാൻ പറയുന്നത് ഞാൻ ഇതിനെ അനുകൂലിക്കുന്നത് മാത്രമാണ്, ഞാൻ ചെയ്യില്ല. അത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്. പലരും ഈ അടുത്ത സമയത്ത് ഈ കാല് കഴുകിയ വിഷയത്തിലും ഞാൻ സപ്പോർട്ട് ചെയ്തതിന് എന്നോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ അത് ചെയ്യുമെന്നാണ്. ഞാൻ ചെയ്യുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഞാൻ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. സപ്പോർട്ട് ചെയ്തു പറഞ്ഞത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ട അയാൾ ചെയ്തു, അത് ഞാൻ സപ്പോർട്ട് ചെയ്തു. എനിക്ക് അതിനകത്ത് റിജക്ഷൻ ഇല്ല. എനിക്ക് പക്ഷേ പറ്റില്ല, കാരണം എന്റെ കൂടെ നിൽക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ അത് ചെയ്യില്ല. ഇപ്പൊ ഞാൻ ചിലപ്പോൾ ചെയ്യുമ്പോൾ അമ്മയും പറയും ഇല്ല മക്കൾ അത് ചെയ്യരുതെന്ന് പറയും. അപ്പോൾ എന്റെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എന്റെ ഉമ്മക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരികൾക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യേണ്ട. പക്ഷേ എന്റെ ഉള്ളിൽ കിടക്കുന്ന ഇതിനകത്ത് ഞാനത് സപ്പോർട്ടാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ദിയാസിന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പോകുന്നവർക്ക് പോവാമെന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. ഇപ്പോൾ ശബരിമലയിൽ പോകുന്നവർക്ക് പോവാം. പുള്ളിക്കാരത്തി ഈ പറയുന്ന രഹ്ന ഫാത്തിമ നേരത്തെ പോയപ്പോൾ പുള്ളിക്കാരത്തിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പുള്ളിക്കാരത്തിക്ക് അത് മനസ്സുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല, പോകുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് ഈ പുള്ളിക്കാരത്തി പറയുന്നത്. പക്ഷേ പുള്ളിക്കാരത്തി ആയിട്ട് പോവത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരത്തിക്ക് ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, നല്ല നല്ല സൗഹൃദങ്ങളുണ്ട്. അവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് ഇവരതിൽ പോവത്തില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. നിങ്ങൾ പോവണ്ട. പക്ഷേ എന്നിട്ട് ഇവർ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ട് അവിടെ പോവാതിരിക്കണം, അങ്ങനെയുള്ള ആ പ്രായത്തിലുള്ളവർക്ക് പോവരുത്, ഈ പ്രായത്തിലുള്ളവർക്ക് പോവരുത് എന്നൊക്കെയുള്ള വിലക്കുകൾ എന്തിനെന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവർ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ശബരിമലയിൽ പോകുന്നതിന് കൃത്യമായ പ്രായം വെക്കേണ്ട കാര്യം എന്താണ്, ഏത് പ്രായക്കാർക്കും പൊയ്ക്കൂടെ, അങ്ങനെ സ്ത്രീകളെ മാറ്റി നിർത്തുന്നത് എന്തിനാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹിന്ദുക്കൾക്കില്ലാത്ത എന്ത് വേദനയാണ് നിനക്കൊക്കെ ഉള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ശബരിമലയിൽ പോകണമെന്നും പറഞ്ഞ് കിടന്ന് ഇതുപോലെ കിടന്ന് ശ്വാസം മുട്ടിക്കൊണ്ടിരുന്ന ഈ പറയുന്ന രഹ്ന ഫാത്തിമ മുസ്ലിം അല്ലേ, ഈ ദിയാസന മുസ്ലിം അല്ലേ, ഇതുപോലെ ഗുരുവായൂർ കയറണമെന്ന് പറഞ്ഞ് കിടന്ന് കയർ പൊട്ടിക്കുന്ന അല്ലെങ്കിൽ അവിടെ കിടന്ന് ഫോട്ടോ എടുത്ത് നിരങ്ങി നടക്കുന്ന ജസ്ന സലീം മുസ്ലിം അല്ലേ? അതാ ഞാൻ ചോദിക്കുന്നത്. ഇവരൊക്കെ മുസ്ലിങ്ങളല്ലേ? ഈ മുസ്ലിം സ്ത്രീകൾക്ക് മാത്രം എന്താണ് ഇത്ര കുത്തിക്കഴപ്പ്? നിന്നെയൊക്കെ നിയന്ത്രിക്കാൻ നിന്റെയൊക്കെ വീട്ടിൽ ആരും ഇല്ലേ? ദീനികളായിട്ടുള്ള വലിയ വീട്ടിലുള്ള ആളുകളൊക്കെ ആണല്ലോ. എന്നിട്ട് നിന്നെയൊന്നും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനൊന്നും അവിടെ അവർക്കൊന്നും പറ്റില്ലേ? ശരിക്കും നീയൊക്കെ എന്തിനാണ് നമ്മുടെ സമുദായത്തിലുള്ള നമ്മുടെ ആരാധനാലയത്തിൽ തന്നെ തെണ്ടി നടക്കണമെന്ന് ഇങ്ങനെ വാശി പിടിക്കുന്നത്? അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹൈന്ദവരായിട്ടുള്ള പുരുഷന്മാർക്ക് നട്ടലിന് ഉറപ്പില്ല എന്നുള്ളൊരു വിശ്വാസം ഇവൾക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നേരെ മറിച്ച് മറ്റ് ഏത് സമുദായത്തിൻ്റെയും കാര്യത്തിലാണെങ്കിൽ ഇതുപോലെ ഒരു അഭിപ്രായമെങ്കിലും പറയാനായിട്ട് ഇവളൊക്കെ കൂട്ടാക്കുമായിരുന്നു. നമുക്കാർക്കും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് നിനക്കൊക്കെ ഉള്ളത്? ഞങ്ങൾക്ക് ശബരിമലയിൽ പോവണ്ട. 50 വയസ്സ് തൊട്ട് 55 വയസ്സിന് ശേഷമുള്ള എല്ലാവർക്കും ശബരിമലയിൽ പോവാം. അതുപോലെ 10 വയസ്സിന് പുറത്തുള്ള കുട്ടികൾക്കേ പോകാൻ പാടില്ലാതെ ഉള്ളൂ. അതുവരെയുള്ള എല്ലാ കുട്ടികൾക്കും പോവാം. നമുക്ക് അതിൽ ഒരു പ്രശ്നവുമില്ല, നമ്മളതിൽ ഹാപ്പിയാണ്. നമുക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് നിനക്കൊക്കെ ഉള്ളത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിനക്കൊക്കെ എന്ത് പ്രശ്നമാണോ ഉള്ളത്? നീയൊക്കെ ആദ്യം പോയി നിന്റെയൊക്കെ തലയിലിടേണ്ട ഒരു തട്ടോ എടുത്ത് തലയിലിട്ടിട്ട് നീയൊക്കെ ഒരു നേരമെങ്കിലും നിസ്കരിക്കുക. നീ അമ്പലത്തിൽ കയറി നിരങ്ങാനായിട്ട് ഇരിക്കാണ്ട് ഒരു നേരമെങ്കിലും പോയി നിസ്കരിക്കുക. സ്വന്തം മതത്തിൽ കുട്ടിക്കാലം മുതൽക്കേ നിന്നെയൊക്കെ പള്ളിയിലും മദ്രസയിലും ഒക്കെ വിട്ട് പഠിപ്പിച്ചിട്ടുള്ള നിന്റെയൊക്കെ മാതാപിതാക്കളോട് അങ്ങനെയെങ്കിലും ഒരു എന്താ പറയുന്ന ഇത് കാണിക്കും നീയൊക്കെ. അല്ലാണ്ട് അന്യൻ്റെ പുരയിടത്തിലേക്ക് കയ്യും കാലും ഇട്ട് മാന്താനായിട്ട് നിൽക്കാണ്ടിരിക്കുക. അതാണ് നല്ലത്. ഇവക്കൊക്കെ അമ്പലത്തിൽ പൊയ്ക്കോളാൻ വയ്യ, ഇവൾക്കൊക്കെ അമ്പലത്തിൽ പോകണം. അതായത് ഈ പുള്ളിക്കാരത്തി പറയുന്നത് പുള്ളിക്കാരത്തി പോവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിയുടെ കൂടെ ഉള്ള കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പുള്ളിക്കാരത്തി പോവില്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നേരെ, അതങ്ങനെയാണ് പറയുന്നത്. എന്തൊരു വിശാല മനസ്കതയുള്ള സ്ത്രീ എന്ന് നോക്കൂ. പുള്ളിക്കാരത്തി പോവാത്തത് അതുകൊണ്ടാണെന്ന്. അല്ല ഇതെന്താ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. ഈ വല്ല സുഖവാസ കേന്ദ്രമാണോ ഈ ശബരിമലയും പിന്നെ ഈ ഗുരുവായൂർ എന്നൊക്കെ പറയുന്നത്? എല്ലാവർക്കും കയറി ഇറങ്ങാനായിട്ട്, ഏത് കൊടിച്ചിപ്പട്ടികൾക്കും കയറി ഇറങ്ങാനായിട്ട് ഈ പറയുന്ന ഗുരുവായൂരും ശബരിമലയിലും ഒക്കെ എന്താണ് അതൊക്കെ പിന്നെ മറ്റുള്ളവർക്ക് വന്നു പോകാനുള്ള സുഖവാസ കേന്ദ്രങ്ങൾ വല്ലതും ആണോ? ഭക്തന്മാർക്കുള്ളതാണ് ക്ഷേത്രങ്ങളും ആചാരങ്ങളും ഒക്കെ. ഭക്തന്മാർക്കുള്ളതാണ് ശബരിമല, അതുപോലെ മറ്റുള്ള ക്ഷേത്രങ്ങൾ. അവിടേക്ക് നിങ്ങളൊന്നും കയറി വരേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളുകളാണെന്ന് പറയുന്നു. നിങ്ങളൊക്കെ ക്ഷേത്രത്തിൽ കയറ്റുന്ന ആളുകൾക്ക് വേണം നല്ല 2 എണ്ണം പൊട്ടിക്കാനായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നീയൊക്കെ വന്ന് നമ്മുടെ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളിലും നിന്റെയൊക്കെ പിടിയിലായോ? ചോദിക്കാതിരിക്കാൻ നിർത്തിയില്ല. നീയൊക്കെയാണോ അതൊക്കെ നിയന്ത്രിക്കുന്നത്? നീക്ക് ആരെന്നാണ് നിന്റെയൊക്കെ വിചാരം? ഇപ്പോൾ നേരത്തെ ഇവർ തന്നെ പറയുന്നതായിട്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ക്ഷേത്രത്തിൽ വന്നിട്ട് എന്ത് ചെയ്യാനാണ്?
നിങ്ങൾ അവിടെ വന്നിട്ട് അവിടെ തരുന്ന പ്രസാദം നിങ്ങൾ നെറ്റിയിലിടോ? അവിടെ നിന്ന് തരുന്ന തീർത്ഥം നിങ്ങൾ സേവിക്കാറുണ്ടോ? ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. ഒരു ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ പാലിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടെങ്കിലും നിങ്ങൾക്കറിയാമോ? ഇതൊന്നും അറിയാത്ത നിങ്ങൾക്ക് എന്തുണ്ടാക്കാനാണ് അങ്ങോട്ടേക്ക് വരുന്നത്? അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ള ഇത് എന്താണെന്ന് വെച്ചാൽ, ഇവറ്റകൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. പീരീഡ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പീരീഡ്സ് ആകുമ്പോൾ പോയാൽ എന്ത്, അല്ലെങ്കിൽ പീരീഡ്സിനെ ആരാണ് ഇത്രയും വലിയ വെറുപ്പാക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് ഇവൾ ചോദിക്കുന്നത്. അപ്പോൾ ഇത് പറയുന്ന വളരെ മനോഹരമായിട്ട് തന്നെ ആ ഒരു ഷക്കീല എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ, ആ ഒരു അമ്മച്ചി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നീ നിന്റെ ഖുറാന് എടുത്തുകൊണ്ട് വന്ന് ബാത്റൂമിനകത്ത് വെക്കുമോ എന്നവർ ചോദിക്കുമ്പോൾ, ഇല്ല ഞാനതെടുത്ത് വെക്കില്ല, ഖുറാനൊന്നും ബാത്റൂമിൽ വെക്കാനേ പാടില്ലെന്ന് പറഞ്ഞ്. എന്താ വെച്ചാൽ അതിൽ അക്ഷരം അങ്ങ് ഒലിച്ചു പോവും. ബാത്റൂമിൽ കൊണ്ടുവന്ന് അവിടെ ബാത്റൂമിൽ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് ഇങ്ങനെ വച്ചു കഴിഞ്ഞാൽ ആ ഖുറാനിലുള്ള അക്ഷരങ്ങളങ്ങ് മായ്ഞ്ഞു പോവും. അതോ ആ അക്ഷരങ്ങൾ തന്നെ കത്തി നശിക്കുമോ? അതോ അത് അവിടെ നിന്ന് അതിനെന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എങ്കിൽ ബാത്റൂമിൽ എന്തുകൊണ്ട് ഖുറാൻ വെച്ചാൽ എന്താണ് വിഷയം? അപ്പോൾ നമ്മുടേതെല്ലാം നന്നായിട്ടിരിക്കട്ടെ, മറ്റവൻ്റെതെല്ലാം നശിച്ച് തൊലഞ്ഞ് പോട്ടെ. ഇതാണ് ചിന്താഗതി എന്ന് പറയുന്നത്. വിശ്വാസങ്ങൾ എല്ലാവർക്കും വിശ്വാസങ്ങൾ തന്നെയാണ്. നമ്മുടെ വിശ്വാസം, നമ്മൾ ഈ ഒരു ടൈമിൽ ക്ഷേത്രങ്ങളിൽ കയറില്ല, അശുദ്ധി, ഇതൊക്കെ അത് നമ്മുടെ വിശ്വാസങ്ങളാണ്, നമ്മുടെ ആചാരങ്ങളാണ്. അതിന് നിങ്ങൾ എന്തിനാണ് അതിൻ്റെ ഇടയ്ക്ക് കയറി വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവൾക്ക് ഖുറാനിലൊന്നും തൊടാൻ പാടില്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഖുറാൻ ബാത്റൂമിൽ വെക്കാൻ പാടില്ല. ഖുറാനിൽ അവർ ഈ ഒരു ടൈമിൽ അവർ തൊടാറില്ല. തൊട്ടാൽ എന്താ സംഭവിക്കുന്നത്? ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് കയറാൻ പാടില്ലാത്ത സ്ഥലത്ത് കയറരുതെന്നല്ല, എന്തുകൊണ്ട് പാടില്ല എന്ന് വയ്ക്കുന്നു, എന്തുകൊണ്ട് പോയാൽ എന്താ സംഭവിക്കുക എന്ന് ചോദിക്കുന്ന ഈ സ്ത്രീകളോട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, പീരീഡ്സ് ടൈമിൽ നിന്റെയൊക്കെ ഖുറാനിൽ തൊട്ടാൽ എന്താ സംഭവിക്കുന്നത്? ആ കൈ കരിഞ്ഞു പോവോ? അത് അക്ഷരങ്ങൾ മാഞ്ഞു പോവോ? അതെന്താ അവിടെ സംഭവിക്കുന്നത്? അവിടെ അതിൽ തൊടുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെന്തിനാ ഈ ഒരു ഇത് നിങ്ങൾ പറയുന്നത്? അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ പിന്നെ എന്തിനാ പറയുന്നത്? അപ്പോൾ നമുക്കുള്ളതെല്ലാം ആഹാ, നിങ്ങൾക്കുള്ളതെല്ലാം ഓഹോ, അങ്ങനെയാണ്. അത് ഒട്ടും നല്ല കാര്യമല്ല. അപ്പോൾ ശരിക്കും നട്ടലില്ലാത്ത ഹിന്ദുക്കളായതുകൊണ്ടാണ് ഇവറ്റകളൊക്കെ ഇങ്ങനെ ഇരുന്ന് കൂവി വെളുപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു മതത്തിൽ നിന്നുള്ള സ്ത്രീകളെ കൊണ്ട് മാത്രമേ നമുക്ക് ശല്യമുള്ളൂ. ക്രിസ്ത്യാനിറ്റിയിലുള്ള ഓരോറ്റ മനുഷ്യരെ കൊണ്ടുപോലും, ഓരോറ്റ സ്ത്രീകളെ കൊണ്ടുപോലും ഒരു വിഷയമില്ല ഞങ്ങൾക്ക്. പിന്നീട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, മറ്റേ പെണ്ണുണ്ടല്ലോ ജാസ്മിൻ, ഗുരുവായൂരിൽ കൊണ്ടുവന്ന് കാലിട്ടപ്പോൾ അവിടെ ശുദ്ധികലശം നടത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ അതേക്കുറിച്ചിട്ടൊക്കെ ഇവളൊക്കെ കൊക്കരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഇവള് പറയുന്നത്, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, അങ്ങനെ ചെയ്യാമോ, ഇങ്ങനെ ചെയ്യാമോ, ഏത് കാലഘട്ടത്തിലൂടെയാണ് ജീവിക്കുന്നത് എന്ന്. ഏത് കാലഘട്ടത്തിലൂടെ ജീവിച്ചാലും നീ പറയുന്നത് പോലെ ഇത് 2025 2025 ആണെന്ന് കരുതിയിട്ട് ഏതെങ്കിലും പെണ്ണുങ്ങൾ നടുറോഡിൽ ഇറങ്ങി നടന്നു പെടുക്കോ? ഇല്ലല്ലോ. കാരണം ഓരോ കാലഘട്ടത്തിലും എത്ര കാലങ്ങൾ മറിഞ്ഞു പോയി എന്ന് പറഞ്ഞാലും ചില നിയമങ്ങളുണ്ട്. പെണ്ണും ആണും തന്നെയാണ്. ഒരു പുരുഷൻ ഒരു റോഡിൽ എത്ര ആൾക്കൂട്ടത്തിലും തിരിഞ്ഞു നിന്ന് മുള്ളാൻ പറ്റും, ഒരു സ്ത്രീക്ക് അവിടെ നിന്ന് അങ്ങനെ പറ്റില്ല. അത്രയും വ്യത്യാസമാണ്. സ്ത്രീകൾ ബഹിരാകാശത്ത് പോകുന്നില്ലേ, സ്ത്രീകൾ പാറ്റൻ ടാങ്ക് ഓടിക്കുന്നില്ലേ എന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടാണ്? അത്രയും വ്യത്യാസം, അത് വ്യത്യാസം തന്നെയാണ്. നീയൊക്കെ എത്ര ലുങ്കി മടക്കി കുത്തി ഞാൻ ആണാണ് എന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ ഞാൻ ആണിനേക്കാളും എന്തൊക്കെയോ ആണ് എന്ന് കാണിക്കാനായിട്ട് നടന്നു കഴിഞ്ഞാലും ഒരിക്കലും ആവില്ല. വ്യത്യാസം തന്നെയാണ്. ആ വ്യത്യാസമില്ലാതെ നീയൊക്കെ വളർന്നു വന്നതിൻ്റെതാണ് ഇവിടെ കിടന്ന് ഈ കാണിക്കുന്ന പോക്കണം കേടുകൾ. അത് കാണിക്കാനായിട്ട് നമ്മുടെ ആരാധനാലയത്തിൽ നീ ഒന്നും കെട്ടി എഴുന്നള്ളി വരണ്ട, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറയുന്ന ഇവർ പിന്നെ ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ, നീയൊക്കെ പറയുമല്ലോ നമ്മൾ ക്ഷേത്രത്തിലൊന്ന് ജസ്റ്റ് വന്നു പോയാൽ എന്താന്ന് പറയുന്ന ആളുകൾ വരെയുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് ചോദിക്കാനുള്ളതും, ഇപ്പോൾ അതുപോലെ തന്നെ നിന്നെപ്പോലുള്ള അവളുമാർ ചില ക്ഷേത്രങ്ങളിലൊക്കെ വരുമ്പോൾ അവർ അവിടെ കയറ്റി വിടുന്ന ആ ഒരു ആ ഒരു കഴുപ്പണം കെട്ട ഹിന്ദുക്കളായിട്ടുള്ള അവന്മാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോയിൽ തന്നെ ഇവൾ പറയുന്നുണ്ട്, പീരീഡ്സിനെ എന്തിനാണ് ഇത്രയും വലിയ അറപ്പോടുകൂടി കാണുന്നത്, അതിനെ സാധാരണ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ഒരു സംഭവമല്ലേ, ഇതിനെ ദൈവങ്ങൾ പോലും മാറ്റി നിർത്തില്ല, ഏറ്റവും ശരീരം ശുദ്ധിയായിരിക്കുന്ന ഒരു ടൈമാണിത് എന്നൊക്കെ പറയുന്ന ഇവളുമാരെ നീയൊക്കെ ചേർന്നിട്ട് നമ്മുടെ ആരാധനാലയത്തിലേക്ക് കയറ്റി വിടുമ്പോൾ ഇവളുമാരൊക്കെ ആ ഒരു രീതിയിലാണോ അവിടെ വരുന്നതെന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? അവളുമാരൊക്കെ ആ ഒരു രീതിയിൽ ഉള്ള സമയത്ത് ഇടുന്ന വസ്ത്രങ്ങളുമായിട്ടാണോ വരുന്നതെന്ന് എങ്ങനെ പറയാൻ സാധിക്കും?
നമ്മൾക്ക് ഹൈന്ദവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് 12 ദിവസം കഴിഞ്ഞ് ആ ഒരു ടൈമിൽ യൂസ് ചെയ്യുന്ന ഒരു തരത്തിലുമുള്ള വസ്ത്രങ്ങളൊന്നും ഉപയോഗിക്കാതെ അതിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് മാത്രമാണ് ഓരോ ഹൈന്ദവ സ്ത്രീകളും ക്ഷേത്രങ്ങളിലേക്ക് പോവാറുള്ളത്. ഇതിനെ പീരിയഡ്സിനെ ഏറ്റവും നല്ല അനുഗ്രഹമായിട്ട് പറയുന്ന, ആ സമയം ഏറ്റവും അടിപൊളിയാണെന്ന് പറയുന്ന ഇവള് പറയുന്നത് ഖുറാനിൽ ആ സമയത്ത് തൊടാൻ പാടില്ല എന്നാണ്. ഈ പറയുന്ന ഈ ഇരട്ടത്താപ്പുകാരികളെയൊക്കെ ഓരോ ക്ഷേത്രങ്ങളിലേക്കും കെട്ടിയെടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവളുമാർ ഒട്ടും ശുദ്ധിയും വൃത്തിയും ഇല്ലാതെ കാണിക്കുന്ന ഇവളെയൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നീയൊക്കെ ക്ഷേത്രത്തിലേക്ക് കയറി വരുമ്പോൾ പല്ലുമിളിച്ച് അകത്തേക്ക് കടത്തി വിടുന്നത്? ഇവളൊക്കെ ചെറുപ്പക്കാരികളായിട്ടുള്ള പെണ്ണുങ്ങളായതുകൊണ്ടാണോ? അതാണ് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ. പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ, ശബരിമലയിൽ പോകണമെന്ന് നമുക്ക് ഹിന്ദുക്കളായിട്ടുള്ള സ്ത്രീകൾക്ക് ഒരു നിർബന്ധവും ഇല്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പോവാൻ ഇപ്പോൾ ശബരിമലയെ തന്നെ അല്ല, ഇപ്പോൾ അയ്യപ്പ ക്ഷേത്രങ്ങൾ വേറെ ഒരുപാടുണ്ട്. നമുക്ക് അവിടെ എവിടെ പോയി കഴിഞ്ഞാലും ശാസ്താവിനെ കാണാൻ പറ്റും. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. കുളത്തൂപ്പുഴയുണ്ട്, ഒരുപാട് ക്ഷേത്രമുണ്ട്. നമ്മുടെയൊക്കെ വീടിൻ്റെ പരിസരത്ത് തന്നെയുണ്ട് അയ്യപ്പ ക്ഷേത്രങ്ങൾ. നമ്മൾ പോകണമെങ്കിൽ അവിടെ പോവും. അവിടെ ഇരിക്കുന്നത് ദൈവം തന്നെയാണ്. നമ്മുടെ മനസ്സിൽ ശബരിമല തന്നെയാണത്. അപ്പോൾ ഇത്തിരി മുമ്പ് ഇവൾ തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ദൈവം നമ്മൾ എവിടെ ഇരുന്ന് വിളിച്ചാലും കേൾക്കും, അതിന് പ്രത്യേകിച്ച് എങ്ങോട്ട് ഓടേണ്ട കാര്യമില്ലെന്ന്. പിന്നെ എന്തുണ്ടാക്കാനാണ് നീയൊക്കെ അങ്ങോട്ട് ഓടി വരുന്നത്? ദൈവം എവിടെ ഇരുന്നാലും വിളിച്ചാൽ വിളി കേൾക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് നീയൊക്കെ അങ്ങോട്ടേക്ക് ഓടി വരുന്നത്? നിന്നെയൊക്കെ കുട്ടിക്കാലത്തെ മദ്രസയിലൊക്കെ വിട്ട് പഠിപ്പിച്ചത് എന്തുണ്ടാക്കാനായിരുന്നു? ഇങ്ങനെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളിലേക്കൊക്കെ കയറി കയ്യും കാലും ഇടാൻ വേണ്ടിയിട്ടായിരുന്നോ നിന്നെയൊക്കെ പഠിപ്പിച്ചതും വളർത്തിയതും ഒക്കെ? അപ്പോൾ എന്തായാലും ഇവളുമാർ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളുടെ സമുദായത്തിലുള്ള ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ പറഞ്ഞാൽ മതി. കാരണം ഇവളുമാരൊക്കെ ഇപ്പോൾ ശബരിമലയിൽ പോകുന്നതായാലും ഗുരുവായൂർ പോകുന്നതായാലും ഭയങ്കര ഇഷ്ടമാണ് ഇവളുമാർക്ക്. നമ്മുടെയൊക്കെ പരിസരത്ത് ഒരുപാട് മുസ്ലിം സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അവരാരും ക്ഷേത്രങ്ങളിലേക്ക് വരാറില്ല. പക്ഷേ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഒരു എണ്ണയോ തിരിയോ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവരത് നമ്മുടെ കയ്യിൽ മേടിച്ച് തരും, അല്ലെങ്കിൽ അതിന് മേടിച്ച് കൊടുക്കാനുള്ള പൈസ നമ്മളെ ഏൽപ്പിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ നിന്നെയൊക്കെ പോലെ ഇതുപോലെ വലിഞ്ഞ് കയറി, ഇല്ല അട്ട കയറി തേരട്ട കയറി കടിച്ചു പിടിക്കുമല്ലോ, അതുപോലെ വലിഞ്ഞു കയറി വരുന്നവരല്ല ഇവിടെയുള്ള ആളുകൾ ആരും. ശരിക്കും നീയൊക്കെ ഇങ്ങനെ കാണിക്കുന്നതിന് നിന്റെയൊക്കെ വളർത്തു ദോഷമാണ്. കുടുംബത്തിലുള്ള കുടുംബനാഥനെ നിങ്ങളുടെ കുടുംബത്തിലുള്ള പുരുഷന്മാരെ പറഞ്ഞാൽ മതി. മക്കൾ ഇതുപോലെ തല പൊക്കുമ്പോൾ പെൺമക്കൾ, ആൺപിള്ളേരാരും ഞങ്ങളെ ഉപദ്രവിക്കാനായിട്ട് ഒരു തരത്തിലും വരുന്നില്ല. ഈ പെൺപിള്ളേരാണ് ഈ പോക്കൃത്തരങ്ങൾ കാണിക്കുന്നത് അത്രേ. ഇവളുമാർ തല പൊക്കുമ്പോൾ നട്ടല് ചവിട്ടി അടിച്ച് ഒടിക്കാനായിട്ട് ഈ പറയുന്ന മുല്ലാക്കന്മാരാരും ചെയ്യാത്തതിൻ്റെ പേരിലാണ് ഇവളുമാരൊക്കെ ഇങ്ങനെ ആവുന്നത്. ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന കുറേ എണ്ണം. അതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്, ക്രിസ്ത്യാനിറ്റിയിലുള്ള ഒരു പെൺപിള്ളേരെ കൊണ്ട് ആൺപിള്ളേരെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു ശല്യമില്ല. ഉള്ളത് മുസ്ലിം സമുദായത്തിലുള്ള വിരലിൽ എണ്ണാവുന്ന ചില സ്ത്രീകളെ കൊണ്ട് മാത്രമാണ്. അപ്പോൾ അതാണ് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഹിന്ദുക്കളായിട്ടുള്ള നമ്മുടെ ക്ഷേത്രത്തിലൊക്കെയുള്ള ഭാരവാഹികളും ക്ഷേത്ര കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതും ഒക്കെ ആണുങ്ങൾ തന്നെയാണ്, പെണ്ണുങ്ങളാരുമല്ല. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ, ചെറുപ്പക്കാരായ പെണ്ണുങ്ങളെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് മുട്ടുമടക്കുന്ന കുറേ കഴിപ്പണം കെട്ടവന്മാരായതുകൊണ്ടാണ് ഇവളുമാരൊക്കെ ഇങ്ങനെ ഇറങ്ങി നിരങ്ങുന്നത്. പിന്നെ ചില അവളുമാരൊക്കെ ഒരു വീട്ടിലൊരു കൊല പിടിച്ചു കഴിഞ്ഞാൽ ആ കൊലയും കൊണ്ടുപോകും അമ്പലത്തിൽ കൊടുക്കാനായിട്ട്. അത് ഇതുപോലെയൊക്കെ ചിലപ്പോൾ പീരീഡ്സ് ടൈമൊക്കെ ആയിരിക്കും, ആർക്കറിയാം, ഇതുപോലെയല്ലേ ഇവളൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഒരു ഉളുപ്പുമില്ലാതെ ഇവനൊക്കെ മേടിച്ചങ്ങ് വെക്കും. അതാണ് കാര്യമെന്ന് പറഞ്ഞാൽ. അത്രയ്ക്ക് കഴിപ്പണം കെട്ടവന്മാരാണ് ഹിന്ദുക്കളും, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവന്മാർ കഴിപ്പണം കെട്ടവന്മാരായതുകൊണ്ട് തന്നെയാണ് ഈ മറ്റു മതത്തിൽപ്പെട്ട പെൺപിള്ളേരിങ്ങനെ അമ്പലത്തിൽ പോകണം എന്നിട്ട് ഇവള് പറയുന്നതെന്ന് വെച്ചാൽ, റീൽസ് എടുത്തതിന് എന്താണ് കുഴപ്പമെന്ന്. മോളെ, നിനക്ക് റീൽസ് എടുക്കണമെങ്കിൽ നിന്റെ ഉപ്പുപ്പാൻ്റെ ഖബറിടത്തിൽ പോയി നീ റീൽസ് എടുക്ക്. അതല്ലേ ഇത്തിക്കൂടെ വൃത്തി, അതല്ലേ നല്ലത്. അല്ലാണ്ട് നമ്മുടെ ദേവാലയത്തിൽ വന്ന് നിനക്കൊക്കെ കാല് കഴുകാനും കുതം കഴുകാനും റീൽസ് എടുക്കാനും വരുന്നതിനേക്കാൾ ഭേദം നിന്റെ ഉപ്പുപ്പാൻ്റെയും ഉമ്മുമ്മാൻ്റെയും ഖബറിടത്തിൽ പോയി റീൽസ് എടുക്കടി, അതാ നല്ലത്. എന്തായാലും ഇത് കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. സംസാരിച്ച് നിന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൺട്രോൾ വിട്ടുപോകും. അപ്പോൾ ഇതെന്തായാലും സോഷ്യൽ മീഡിയ ആണല്ലോ, അതുകൊണ്ട് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും സഹോദരങ്ങൾക്ക്, മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള സഹോദരങ്ങൾക്ക് നൊന്നിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. നല്ലവരായിട്ടുള്ള ആളുകളുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. അത് ഇത് ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞതുമാണ്. എന്ന് കരുതി വിമർശിക്കേണ്ടവരെ വിമർശിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഇത് നോവേണ്ട കാര്യമുള്ളൂ. ഇല്ലാതെയുള്ള ആളുകൾക്ക് അത് നോവേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം കമൻറ്റ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.